കണ്ണടച്ച് തുറക്കും വേഗത്തിലാണ് 2024-ന്റെ 11 മാസങ്ങൾ കടന്നുപോയത്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ഇത്ര പെട്ടെന്ന് ഒരു കൊല്ലം കടന്നുപോയി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡിസംബർ മാസത്തിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാ കൊല്ലവും തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് പുതിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു നല്ലൊരു പോസിറ്റീവ് നോട്ടിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങുന്ന ഇത്തരം ഗോൾസ് നമ്മൾ ചിലപ്പോൾ 2 ആഴ്ചയിലോ അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തിലോ ചിലപ്പോൾ 6 മാസത്തിലോ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇനി അടുത്ത കൊല്ലാവട്ടെ, അടുത്ത കൊല്ലം നമുക്ക് പുതിയ ഹാബിറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം. പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ കൊല്ലം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കാനായിട്ട് വരട്ടെ കേട്ടോ. ഈ ഒരു ഒറ്റ മാസം കൊണ്ട്, അതായത് ഈ ഒരു ലാസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ, ഈ ഡിസംബറിൽ നമുക്ക് ചെയ്യാവുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഡിസംബർ മാസത്തിൽ ചെയ്യാവുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഒരു കൊല്ലത്തിൽ അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ കൊല്ലം ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യാം. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എഴുതി വെക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ലിസ്റ്റിൽ കൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഇപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കൊല്ലം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് 3-4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 3-4 ഐറ്റംസ് ഒരുമിച്ച് നമുക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കൊല്ലം അക്കംപ്ലീഷ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു കൊല്ലം നമ്മൾ എത്ര ശ്രമിച്ചാലും അക്കംപ്ലീഷ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയാന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും കൂട്ടുക എന്നല്ലാണ്ട് നമുക്ക് അതിൽ നിന്ന് യാതൊരു ഗുണങ്ങളും അച്ചീവ് ചെയ്യാനായിട്ടില്ല. ലിസ്റ്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഈ കൊല്ലം നമുക്കിനി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ ക്രോസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഗോൾസ് നമ്മൾ റിവ്യൂ ചെയ്തു. രണ്ടാമതായിട്ട് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്തു കഴിഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ കരിയർ ഗോൾസ് ആയിരിക്കാം, പേഴ്സണൽ ഗോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക് ഗോൾസ് ആയിരിക്കാം. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു 3rd പോയിന്റോട് കൂടി ഏത് കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ഈ കൊല്ലം ഈ കഴിയാനുള്ള ഈ കുറച്ച് ദിവസങ്ങളിൽ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫുൾ കമ്മിറ്റ്മെന്റ് ഈ ഒരു ഒറ്റ കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് കൊടുക്കാന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നിന്ന് ഒരൊറ്റ കാര്യം ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മൾ വെക്കുന്നത് ഒരു സ്ട്രെസ് റിലീഫ് തരുന്ന കാര്യവും കൂടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ പോയിന്റ്, ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക, ഈ ഒരു കാര്യം ഈ ഒരു കൊല്ലം തീരുന്നതിന് മുമ്പ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നോ എക്സ്ക്യൂസ് അപ്രോച്ച് വേണം ഈ സമയത്ത് നമ്മൾ എടുക്കാനായിട്ട്. ഇതിന് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അഡീഷണൽ റിസോഴ്സസ് വേണമെങ്കിൽ അത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ സ്കിൽസ് നമുക്ക് അതിനു വേണ്ടി പഠിക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഹെൽപ്പ് വേണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാനും മടിക്കരുത്. ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കൊല്ലം നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ച ഒരു കാര്യമാണ് 1 മാസത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കൂടുതൽ സമയം, കൂടുതൽ എഫേർട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇടേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ സെലക്ട് ചെയ്ത ഒരേ ഒരു ഗോൾ ചിലപ്പോൾ വെയിറ്റ് ലോസ് ആയിരിക്കാം. ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ മാക്സിമം എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും, കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച് കൂടുതൽ സമയം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അവസാനത്തെ മാസമായിട്ടുള്ള ഡിസംബറിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 5ാമത്തെ കാര്യം. എന്താണെന്ന് വെച്ചാൽ അടുത്ത കൊല്ലത്തേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്.
അടുത്ത കൊല്ലത്തേക്ക് ഒരു പ്ലാൻ നമ്മൾ ഇപ്പോഴേ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ഡിസംബർ മാസത്തിൽ തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളോട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക. ഈ കൊല്ലം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടത് നടന്നു, എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കാതിരുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്ലാനിങ് എവിടെയാണ് പിഴച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പ്ലാൻ നടക്കാതിരുന്നതിന് നമ്മൾ എന്ത് എക്സ്ക്യൂസ് ആണ് നമ്മൾ കൊടുത്തതെന്ന് ആലോചിക്കാം. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് പരിഹരിച്ച് ഇതുപോലെ എക്സ്ക്യൂസുകൾ പറയാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടെങ്കിലും സാധിക്കും. അതുകൊണ്ട് ഈ കൊല്ലം തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത കൊല്ലത്തേക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഏതൊരു മാസത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണ് ഈ കൊല്ലം അവസാനിക്കുന്ന ഈ ഒരു ഡിസംബർ മാസവും. പലപ്പോഴും എല്ലാ കൊല്ലവും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും, നമ്മുടെ റെസൊല്യൂഷൻസ് ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി അടുത്ത കൊല്ലം എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യാമെന്നാണ്. ഈ ഒരു കൊല്ലം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത ഒരു കൊല്ലം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. പെട്ടെന്ന് അടുത്ത കൊല്ലം ജനുവരിയിൽ നമ്മൾ പുതിയ റെസൊല്യൂഷൻസും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്യാനിരിക്കാതെ ഈ ഒരു ഡിസംബറിൽ, അതായത് ഈ ഒരു കൊല്ലം നമ്മൾ നല്ലൊരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ഇയറിലേക്ക് കൂടുതൽ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്ന നല്ല ചില ഹാബിറ്റ്സിനെ കുറിച്ച് ഉടനെ തന്നെ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.